അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഇന്നത്തെ എൻ്റെ വിഭവം എന്ന് പറയുന്നത് ചിക്കൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് നല്ലൊരു സ്റ്റാർട്ടറായിട്ടും ഒരു സൈഡ് ഡിഷായിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി 2 ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 2 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 5 ടീസ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. 5-6 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി ആകുമ്പോൾ അധികം എരിവ് കിട്ടില്ല. അപ്പോൾ നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ആദ്യം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വിനീഗർ ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഒഴിക്കാം. പിന്നെ നമുക്ക് ഇതൊന്ന് നന്നായി അരച്ച് എടുക്കാം. പിന്നെ നമുക്ക് ചിക്കൻ എടുത്ത് 1.5 കിലോ ചിക്കനാണ്. ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ച മസാലയിൽ നിന്ന് മുഴുവനായിട്ട് ചേർക്കേണ്ട, ഒരു 1/4 ഭാഗം അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഈ ചിക്കനിലിട്ട് തേച്ച് പിടിപ്പിക്കാം. ചിക്കനിൽ ആവശ്യമുള്ള രീതിയിൽ മസാല ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഇട്ടിട്ടൊന്ന് പരട്ടി കൊടുക്കുക. പിന്നെ നമുക്ക് ബാക്കിയുള്ളത് തേങ്ങ ആവശ്യമുണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ആ തേങ്ങയിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ അതിന് തന്നെ കുറച്ച് ഒരു 1/4 ഭാഗം മസാല എടുത്തിട്ട് 1/4 ഭാഗത്തിനേക്കാളും കുറച്ച് അരഭാഗത്തിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കാം. ഒരു തലേദിവസമൊക്കെ വെച്ചാൽ നല്ലതാണ്, നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചിക്കൻ. അതല്ലെന്നുണ്ടെങ്കിൽ 2 മണിക്കൂറെങ്കിലും ഒന്ന് മിനിമം 2 മണിക്കൂറെങ്കിലും ഒന്ന് വെക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള കുറച്ച് വിനീഗറും കൂടി ഉണ്ടായത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് പുരട്ടി കൊടുക്കുക. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കുക. പിന്നെ ബാക്കിയുള്ള മസാല നമുക്ക് ഇവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. തേങ്ങ എടുക്കുമ്പോൾ ആവശ്യം വരും. നമ്മൾ ഒരു അരഭാഗത്തിനേക്കാളും കുറവായിട്ടാണ് ഇപ്പോൾ മസാല ബാക്കിയുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ വക വിഭവത്തിന് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചിക്കൻ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കാല് ഞാനൊരു 2 പീസാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. വലിയ ചിക്കനായിരുന്നു, ഒരു 1.5 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതാണ് കൂടുതൽ ടേസ്റ്റ്. വലുതിനേക്കാളും ചെറിയ പീസസ് ആയിട്ട് എടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഇത് 2 സൈഡൊന്ന് മൊരിച്ചെടുക്കുക. വല്ലാണ്ട് ഡ്രൈ ആയിട്ട് പോവാത്ത രീതിയിൽ, എന്നാൽ മസാലയൊക്കെ നന്നായി മൊരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ തന്നെ ഇതേപോലെ മൊരിച്ചെടുക്കണം കേട്ടോ. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ എല്ലാ ചിക്കനും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷം ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ കോക്കനട്ട് അരച്ച് വെച്ച മസാലയില്ലേ അതിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെളിച്ചെണ്ണ ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തിട്ട് ഇതിന്ന് ആവശ്യത്തിനുള്ള നമുക്ക് തേങ്ങയ്ക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ഒരു 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച മസാലയില്ലേ അതിട്ടിട്ട് നന്നായി ഒന്ന് പുരട്ടി കൊടുക്കുക. അപ്പം നമ്മൾ ആ ചിക്കൻ മസാല തേച്ച പാത്രം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൽ നന്നായി തേങ്ങയിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി ഇട്ടാകണ്ട. ഈ ഒരു പാത്രത്തിൽ നമുക്ക് തേങ്ങയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്താലും തേങ്ങ നന്നായി ഒന്ന് ആ ഒരു മസാലയൊക്കെ തേങ്ങയിൽ പിടിക്കണം. അത്രയേ ഉള്ളൂ. നമുക്ക് കണ്ട എണ്ണ ഞാൻ അരിച്ചെടുത്ത വെളിച്ചെണ്ണയിലേക്ക് ഈ തേങ്ങ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ബ്രൗൺ കളറാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ചിക്കൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങ നന്നായി ഒന്ന് ഫ്രൈ ആയി കിട്ടിട്ട് ഒരു ബ്രൗൺ കളറാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ആയി വരുന്നതോടുകൂടിയിട്ട് നമുക്ക് കുറച്ച് നല്ലോണം തന്നെ കറിവേപ്പില ഇതിലേക്ക് ഇട്ടിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കട്ടെ. അപ്പോൾ കറിവേപ്പില നന്നായി ഒന്ന് മുരിഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇത്ര എണ്ണ ഒഴിക്കേണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ കുറച്ച് വയ്ക്കാം. ഇങ്ങനെ ആകുമ്പോൾ തേങ്ങ നന്നായി ഒന്ന് ഫ്രൈ ആയി കിട്ടും, കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ആ പൊരിച്ച വെളിച്ചെണ്ണ മുഴുവനായിട്ട് ഒഴിക്കണമെങ്കിൽ അതിൻ്റെ കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ട് നമുക്ക് അരിച്ചൊഴിച്ചാൽ മതി. അരിച്ചൊഴിച്ചില്ലെങ്കിൽ എന്താ വെച്ചാൽ പെട്ടെന്ന് ആ ഒരു മസാല കരിഞ്ഞത് ഇതിൽ പെടുമ്പോൾ ആ കരിഞ്ഞ ടേസ്റ്റ് വരും കൂടുതൽ എണ്ണയിൽ കിടന്നിട്ട് കേട്ടോ. ഇവിടെ തേങ്ങയിലിട്ട് നന്നായി തേങ്ങ ഫ്രൈ ആയതിന് ശേഷം ചിക്കൻ ഇതിലേക്കിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ചിക്കൻ്റെ ഈ അടിപൊളി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഈ പയ്യോളി ചിക്കനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.